ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ലൈവിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. വരുന്നവരെല്ലാം പല പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം ഞാനിപ്പോൾ 1.5 വർഷമായി ചാനൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഈ 1.5 വർഷത്തിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള എനിക്കുള്ള ഒരു അനുഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർ ക്ഷമിക്കുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് തരേണ്ടുള്ളതും നിങ്ങളുടെ ഓരോരുത്തരുടെ ജോലിയാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടി ചോദിച്ചായിരുന്നു, ചേച്ചി 4000 വാച്ചർ ടൈം ആയിട്ടുണ്ട്, ഞാനത് മോണിക്ക് കൊടുക്കാനാണ്, അതെൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ടക്ക് ചാനലുകൾക്ക് നിങ്ങൾ കൊടുക്കുക, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞ, അല്ല, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുവാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയണം, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളും അറിഞ്ഞതിന് ശേഷം മാത്രം അത് ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങുക. അല്ലാതെ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോവും. നമ്മൾ വീണ്ടും നമ്മൾ മെനക്കെടണം. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടത്. ഇപ്പം നമ്മൾ പറയും, ഇപ്പം നമുക്കൊരു ഇത് ക്രിയേറ്റീവ് ചെയ്ത്, അതായത് ഈ ചാനലിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് തരുന്നതിന് നമ്മൾ കുറച്ച് പൈസ കൊടുത്താലേ അത് അധ്വാനം തന്നെയാണ്, നല്ല കഠിനാധ്വാനമാണ്. കഠിനാധ്വാനം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മുടെ വ്യൂസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മുടെ മറ്റുള്ള ചാനലിൻ്റെ അടുത്ത് കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ടെക് ചാനലുകാരുടെ കൊടുത്ത് അവർ ക്ലിയറായിട്ട് അത് നമുക്ക് ചെയ്തു തരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള ഒരാളെ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ നിങ്ങൾ ഏൽപ്പിക്കുക. സ്വന്തമായിട്ട് നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെരിഫിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് പറ്റിയ അബദ്ധമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ വെരിഫിക്കേഷൻ കൊടുത്ത സമയത്ത് എൻ്റെ പാസ്പോർട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ വാല്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പുതുക്കണ്ടുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പാസ്പോർട്ട് അതായതുകൊണ്ട്, ആ അഡ്രസ്സ് അതായതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് കൊടുത്തു. പക്ഷേ എല്ലാ കാര്യങ്ങളും പോയതിന് ശേഷം പിന്നെ അത് റിജക്റ്റ് കാണിച്ചു. അപ്പോൾ എനിക്ക് ടെൻഷനായോ, എന്ത് പറ്റി? അപ്പം പറഞ്ഞ് പാസ്പോർട്ടിൻ്റെ കാര്യം എന്നോട് ചോദിച്ചു, ചേച്ചി എന്താ വെച്ചാൽ പാസ്പോർട്ട് എടുക്കുന്നില്ലല്ലോ, ഇങ്ങനെ കാണിക്കുന്നുണ്ട്, എന്താ കാര്യം? അപ്പം ഞാൻ പറഞ്ഞു, മോനെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണെന്ന് പറയും. ചേച്ചി എന്നൊരു കാര്യം ചെയ്യാതെ പറ്റില്ല, പാൻ കാർഡ് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാൻ കാർഡ് കൊടുത്തു. ആദ്യം ഇത് സക്സസ് ചെയ്ത് കാണിച്ചു, പിന്നെ അത് ഫെയിൽഡായിട്ട് കാണിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാൻ അതിനകത്ത് പറ്റത്തില്ല, പാൻ കാർഡ് തന്നെയാണ് വേണ്ടുള്ളത്. ഈ പാനും അത് പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനത് കൊടുത്തു. അപ്പോൾ എനിക്ക് ഏകദേശം ഡോളർ ഒരു $18-19 ആയിട്ടുണ്ടായിരുന്നു ഞാനിത് ചെയ്യുന്ന ടൈമിന്. ശരിക്കും പറഞ്ഞെങ്കിൽ എൻ്റെ ആ ഡോളർ ഫുള്ളും ക്യാൻസലായി. പിന്നെ വെരിഫിക്കേഷന് ക്ലിയർ ആകാൻ പറ്റാതെയായി. ഞാൻ എന്താ പറയുക, ഞാൻ ഒത്തിരി ദിവസം കഷ്ടപ്പെട്ട ഒരു കാര്യം, എനിക്കത് ഭയങ്കര വേദന തോന്നി. കാരണം വെച്ചാൽ നിങ്ങൾക്കെല്ലാം അറിയില്ല, നമ്മളൊക്കെ ചെറിയ ചെറിയ ചാനലുകളല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ കണ്ണൂർന്ന് ഇന്ന് രാവിലെ കൊണ്ടുവരുത്തി $1 അധികമായി, $1 കേടും എന്നുള്ളൊരു ചിന്തയിലായിരിക്കും നമ്മൾ കണ്ണൂർന്ന് നോക്കുന്നത്. അപ്പോൾ ആ $18-19 പോയപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ വന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇന്നണക്കായിപ്പോയിൽ എന്ത് ചെയ്യും ചേച്ചി, ചെറിയ മിസ്റ്റേക്കുകൾ, നമ്മളിൽ വരുന്ന ചെറിയ മിസ്റ്റേക്കുകളാണ് നമ്മുടെ ചാനൽ എപ്പോഴാണെങ്കിലും പോണത്. അതുകൊണ്ട് പിൻ വെരിഫിക്കേഷൻ ആര് കൊടുത്താലും ശരി, നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളെ പാസ്പോർട്ട് ക്ലിയർ ആയിരിക്കണം. നിങ്ങൾക്ക് പാൻ കാർഡ് തന്നെ, പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങളെ പാൻ കാർഡ് തന്നെ നിങ്ങൾ കൊടുക്കണം. പിന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതല്ല, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാവുന്നവർ മാത്രമേ നിങ്ങളിത് ചെയ്യാൻ നിൽക്കാവൂ. അല്ലാത്തവർ ദൈവത്തെ ഓർത്ത് ഒരു ടെക് ചാനലിൻ്റെ കൊടുക്കുക, വിശ്വസ്തമായിട്ടുള്ള ഒരാളിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. കുറച്ച് സാഹസങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറയണക്ക് എനിക്ക് വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അതിൻ്റെ വലിയ കാര്യങ്ങൾ അറിയത്തില്ല. എനിക്ക് തോന്നിയത്, എൻ്റെ ഈ ലൈവ് തുടങ്ങിയതിലും ഇല്ലെങ്കിൽ ചാനൽ തുടങ്ങിയതിനകത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. മാക്സിമം പിന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ, ചാനൽ തുടങ്ങിയ ആൾക്കാർ, പിന്നെ നമ്മുടെ എന്താ പറയുക, വാച്ചർ ടൈം കഴിഞ്ഞവരുടെ ഏതെങ്കിലും നല്ല ആൾക്കാരെ കാണുക, അവരുടെ കയ്യിൽ നമ്മളെ ചാനൽ സുരക്ഷിതമാക്കി കൊടുക്കുക, അവരത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ശരിക്കും പറയണമെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. സപ്പോർട്ടീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.